ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മാത്സ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അതും നമ്മളൊരു PVQ ആണ് നോക്കുന്നത്. റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി. ഓപ്ഷൻ ഉണ്ടല്ലേ. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 15. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ജാനുവരി മാസത്തിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ഒന്നുമില്ല, 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി അല്ലേ. പല രീതിയിൽ ചെയ്യാം. നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം എന്തെഴുതുക? ആ 3 എഴുതുക. ഏതാണോ തന്നിരിക്കുന്ന ആ 3 എഴുതുക. അഡിഷൻ പ്ലസ് 5 ഗുണിതങ്ങളുടെ ശരാശരി അല്ലേ. 3 × 5 എത്രയാ? 3 × 5 അതെ 15 അല്ലേ. 3 × 5 15. ഒന്നുമില്ല, ജസ്റ്റ് ഈ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ 2 കൊണ്ട് ഭാഗിക്കുക. എന്ത് കിട്ടും? 18/2 9. ആൻസർ കിട്ടി. വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടിയല്ലേ. ഓപ്ഷൻ ബി 9 ആണ് ആൻസർ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ PSC ഒരുപാട് ചോദിക്കുന്നതാണ്. ഒന്നും ചെയ്യാനില്ല, ഒരു ടെൻഷനും ഇല്ല. എന്താണ്? ആദ്യം തന്നിരിക്കുന്ന സംഖ്യ എഴുതുക പ്ലസ് 2 സംഖ്യയല്ലേ. 3ന്റെ ആദ്യ 5 ഗുണിതങ്ങളല്ലേ. ആ 2 സംഖ്യകൾ നമ്മൾ ഇൻറ്റു ചെയ്ത് അത് എഴുതുക. 3 + 15 അതിന്റെ പകുതി എടുക്കുക. അതായത് 18/2 9. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. 5ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ ശരാശരി കണ്ടെത്തുക. 5ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ ശരാശരി. ഒന്നുമില്ലടാ, ആദ്യം തന്നിരിക്കുന്ന സംഖ്യ എന്താ? 5 അല്ലേ. 5 എഴുതുക. ആ ക്വസ്റ്റ്യനിൽ 2 സംഖ്യകളല്ലേ ഉള്ളൂ, 5ഉം 7ഉം. അതിനെ ഗുണിക്കുക. എത്രയാ? 7 × 5 35 ഭാഗം 2. 35/5 എത്രയാ? 40 അല്ലേ. 40/2 ആൻസർ എത്രയാ? 20. ഓപ്ഷൻ ബി 20 ആണ് ആൻസർ. എത്രയാണ്? ഓപ്ഷൻ ബി 20. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ 5ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ ശരാശരി, 3ന്റെ ആദ്യത്തെ 10 ഗുണിതങ്ങളുടെ ശരാശരി എന്തു തന്നെ ആയിക്കോട്ടെ, ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന സംഖ്യ ആദ്യം എഴുതുക പ്ലസ് ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക പ്ലസ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. വളരെ വളരെ എളുപ്പമാണ്. ഒന്നും ചെയ്യാനില്ല അല്ലേ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ ആദ്യ ചോദ്യം നിങ്ങൾക്കാണ്. അടുത്തത് 4ന്റെ ആദ്യത്തെ 9 ഗുണിതങ്ങളുടെ ശരാശരി കണ്ടെത്തുക അല്ലെ. 4ന്റെ ആദ്യത്തെ 9 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? അപ്പൊ നിങ്ങൾ ചെയ്യില്ലേ? ഞാൻ ഉറപ്പാണ് നിങ്ങൾ ചെയ്യും. ഇതിന്റെ താഴെ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി അല്ലെങ്കിൽ അടുത്ത ഒരു ഇതുപോലെ പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.